താല്പര്യക്കുറവ് അതൊരു അസാധാരണ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ശരിക്കും ഒരു സാധാരണ കാര്യം തന്നെയാണ്. എല്ലാവരുടെയും ഇടയിൽ ഒരു താല്പര്യക്കുറവ് ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലത് സ്വാഭാവികമായിട്ട് ഒരു മുട്ടായി അലിഞ്ഞു പോകുന്നത് പോലെ നമ്മൾ വായിലും ഒരു മുട്ടായി അലിഞ്ഞു പോകില്ലേ, അതുപോലെ അലിഞ്ഞങ്ങ് ഇല്ലാണ്ടാവും. എന്നാൽ ചിലത് അത്ര ലാഘവത്തിൽ കാണാൻ പറ്റുന്നതല്ല. അത് അങ്ങനെ കനം കൂടി ചെറിയ മഞ്ഞുകെട്ട നമുക്ക് നാവിലിട്ടാൽ അലിയാവുന്നത് അത് ഒരു ടൈറ്റാനിക്കിനെ തന്നെ തകർത്ത് കളഞ്ഞതാണ്. അതുപോലെ ബന്ധങ്ങളെയും ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഒരാൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക്, രണ്ടുപേർക്കും, പാർട്ട്നേഴ്സിന് താല്പര്യക്കുറവ് തോന്നുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? പരസ്പരം അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പം താല്പര്യക്കുറവുള്ള ഇത് ഒരാൾക്കായിരിക്കാം, ചിലപ്പോൾ രണ്ടു പേർക്കും ആയിരിക്കാം. ചിലപ്പോൾ ഒരാൾ സംഭവിച്ച് രണ്ടു പേരിലേക്കും അതൊരു ഷെയർ ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ താല്പര്യക്കുറവ് എന്ന കാര്യത്തിൽ ആദ്യം പറയാനുള്ളത്, ആദ്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരാൾ തിരിച്ചറിഞ്ഞാൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് തുറന്ന സംസാരങ്ങൾ നിന്നാവും. അപ്പോൾ ഒന്നെങ്കിൽ പരസ്പരം തുറന്ന് സംസാരിക്കുക, എനിക്കിങ്ങനെ ഒരു താല്പര്യക്കുറവുണ്ട് എന്ന് തുറന്ന് സംസാരിക്കുക. അപ്പോൾ അത് താല്പര്യക്കുറവെന്ന് പറയുന്നത് മാനസികവും ശാരീരികവും ആവാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണങ്ങൾ മാനസികമായിരിക്കാം, ശാരീരികമായിരിക്കാം. അപ്പോൾ ശരിക്കും മാനസികമാണെങ്കിൽ നല്ല കൗൺസിലറെ കൊണ്ടും കണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ. കൗൺസിലറെ കാണുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല, ചെറിയ സിമ്പിൾ കാര്യം. ഇപ്പം എല്ലാവരും അങ്ങനെ കാണാറുണ്ട്. ഓരോ കരിയറിൻ്റെ ഗൈഡൻസിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ കൗൺസിലർമാരെ കാണാറുണ്ട്. നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് ഒരു കൗൺസിലറെ കാണുന്നത് തെറ്റൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പങ്കാളികൾ തമ്മിൽ പരസ്പരം തുറന്ന് സംസാരിക്കുക. ഈ തുറന്ന് സംസാരിക്കുമ്പോൾ വളരെ ക്ഷമയോടുകൂടി, കുറ്റപ്പെടുത്തലുകളില്ലാതെ സൗമ്യമായ രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ തന്നെ ചിലപ്പോൾ ആ താല്പര്യക്കുറവ് പരിഹരിക്കപ്പെടാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളാണ്. ചിലപ്പോൾ വളരെ ബിസി ലൈഫിലേക്ക് മാറുന്നതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നതിൻ്റെ കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ജോലി സംബന്ധമായോ വീട് സംബന്ധമായോ കുട്ടികൾ സംബന്ധമായോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് താല്പര്യക്കുറവ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതിൽ പങ്കാളികൾക്ക് തമ്മിൽ ഒരുമിച്ച് യോഗ ചെയ്യുന്നതും ഒരുമിച്ച് എക്സസൈസ് ചെയ്യുന്നതും ഒരുമിച്ച് ജിമ്മിൽ പോകുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം വരും. പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല ഒരു ഭക്ഷണ രീതിയിലേക്ക്, ചിട്ടയായ ഭക്ഷണ രീതിയിലേക്ക്, ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലേക്ക് മാറുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു റിഫ്രഷ് ചെയ്യാൻ നല്ലൊരു ഘടകമാണ്. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം ജീവിതശൈലി രോഗങ്ങളൊക്കെ നിയന്ത്രിച്ചു പോകാനും വരാതിരിക്കാനും അതിൻ്റെ ഏർലി സ്റ്റേജിലാണെങ്കിൽ, അല്ലെങ്കിൽ തുടക്കം ഇതുവരെ കണ്ടിട്ടില്ല, എന്തെങ്കിലും സിംറ്റംസ് പോലും കണ്ടിട്ടില്ല, എന്നാൽ തലമുക്കാൻ സാധ്യതയുള്ള ചില മറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് അത് സിംറ്റംസ് വന്നാലല്ലേ നമുക്ക് രോഗം ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ സിംറ്റംസ് വരുന്നതിന് മുമ്പേ ആ രോഗങ്ങൾക്കുള്ള ഹോർമോൺ ചേഞ്ചസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്കിങ്ങനെ സംഭവിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ജീവിതശൈലിയിലുള്ള ഭക്ഷണ രീതിയിലൊക്കെ ഒന്ന് മാറ്റം വരുത്തുമ്പോൾ ഈ തല പൊക്കാനിരുന്നത് തന്നു പോകും. അപ്പോൾ നമുക്കും ഈ താല്പര്യക്കുറവ് സംഭവിക്കാതെ ഇരിക്കും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വൈകാരികമായ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല. ഇതിൽ മെയിൻ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് നിങ്ങളോട്, അത് ഡോക്ടറെ കാണുക, ഒരു നല്ല കൗൺസിലറെ കാണുക.
നിങ്ങൾ കൗൺസിലറെ കണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കുമ്പോൾ തന്നെ അവർക്ക് നിങ്ങൾ കൂടിച്ചേർന്നൊരു സൊല്യൂഷനിലെത്താൻ ശ്രമിക്കും. തനിച്ചിരിക്കുമ്പോൾ, തന്നെ ആയിരിക്കുമ്പോൾ, അല്ലെ പങ്കാളികൾ തമ്മിലായിരിക്കുമ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പം എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. ഡോക്ടറിനെ കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഒരു മിഡിൽ ഏജിലെത്തുമ്പോൾ നമുക്ക് ഫാമിലി ഡോക്ടർ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരിക്കും, ഇടയ്ക്കൊക്കെ ചെക്കപ്പ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും ഒരു ഡോക്ടർ നല്ല. അപ്പോൾ ഈ മാനസികമായ പ്രശ്നങ്ങളെന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്കുണ്ട്. മാനസികമായ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേ റിലാക്സേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം. അതിന് നമ്മുടെ ബ്രീത്തിങ് ഒക്കെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അതുപോലെയാണ് യോഗ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുമിച്ച് പങ്കാളികൾ ചെയ്യുമ്പോൾ ഭയങ്കര രസകരമായിട്ട് യോഗ പോകും. കാരണം മടിയില്ലാതെ എല്ലാ ദിവസവും ഒരുമിച്ച് ചെയ്യാൻ പറ്റുക, ഒരു റൊട്ടീനായിട്ട് മാറ്റുക നമ്മുടെ ആരോഗ്യത്തിന് നല്ലൊരു കാര്യമാണ്. അപ്പം യോഗയൊക്കെ ശീലമാക്കുന്നത് നല്ലതാണ്. പിന്നെ തെറാപ്പികൾ, ഈ താല്പര്യക്കുറവിന് ഒരുപാട് തെറാപ്പികൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള തെറാപ്പികൾ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതൊന്നും പറ്റുന്നില്ല എങ്കിലേ നല്ലൊരു യാത്ര പോയാലും യാത്രയൊക്കെ പോകുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള മടുപ്പുകൾ കൊണ്ടാണ് ഒരു ലൂപ്പിൽ പെട്ടുപോയി. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടു കേട്ടോ. അതായത് ഒരു പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, അവളൊരു ലൂപ്പിൽ പെട്ടുപോയി. അതെന്താന്ന് വെച്ചാൽ പഠനം അതുകൂടാതെ ജോലി ചെയ്യുന്നുണ്ട്. പഠിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു, ജോലി ചെയ്ത് കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നു, വീണ്ടും പഠനത്തിന് പോകുന്നു. അങ്ങനെ ഒരു ലൂപ്പിലേക്ക് പെട്ടു. പക്ഷെ അവളത് എൻജോയ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാ ലൂപ്പുകളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ജോലി വീട് ജോലി വീട് ജോലി വീട് എന്ന് പറയുന്ന ലൂപ്പിൽ പെട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ ബിസി ലൈഫുമായിട്ട് ഇങ്ങനെ നമുക്ക് ടയേർഡായിട്ട് അത് വരുന്നത് കിടന്നുറങ്ങുക, ടയേർഡായി വരുന്നു കിടന്നുറങ്ങുക, എഴുന്നേക്കുന്നു ജോലിക്ക് പോകുന്നു, അങ്ങനെയുള്ള ഒരു ലൂപ്പിലാണ് വിട്ട് കിടക്കുന്നത്. അതൊക്കെ ചിലപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കുന്നു, ചോറ് വെക്കുന്നു, കറി വെക്കുന്നു, തുണി അലക്കുന്നു, പാത്രം കഴുകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും വൈകുന്നേരം ചായ ഇടുന്നു, ഉച്ചയ്ക്ക് ഇത് തന്നെ റൊട്ടീൻ, വൈകുന്നേരം ഇത് തന്നെ റൊട്ടീൻ, നൈറ്റ് അതുപോലെ തന്നെ കിടക്കുന്നു, വീണ്ടും രാവിലത്തേക്കുള്ള കറികൾ വെക്കുന്നു. അങ്ങനെ ലൂപ്പിൽപ്പെട്ടു പോകുന്ന വീട്ടമ്മമാരും മറ്റു കാര്യങ്ങളൊക്കെ. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾ ഏത് ലൂപ്പിലാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ലൂപ്പിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ ഈ ലൂപ്പിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം യാന്ത്രികമല്ലാത്ത രീതി ക്ലോക്ക് വൈസിൽ പോകുന്നത് ചിലപ്പോൾ ഒരു താല്പര്യക്കുറവിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങളൊരു ലൂപ്പിലാണെങ്കിൽ ലൂപ്പ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് യാത്ര പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി യാത്ര പോകാൻ പറ്റാത്ത കണ്ടീഷനാണെങ്കിൽ നിങ്ങൾ ആ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ നിങ്ങളുടേതായ രീതി. ഇപ്പം ഇത് എൻ്റെ ഒരു വിഷനാണ് പറയുമ്പോൾ എനിക്കാണത് ആപ്റ്റാകുക. നിങ്ങളുടെ വിഷൻ എന്താണ്? നിങ്ങളുടെ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാൻ അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾക്ക് അത് ആപ്റ്റായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമും നിങ്ങളുടേതായ എല്ലാവരുടെയും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചുള്ളതായിരിക്കും. അപ്പോൾ ലൂപ്പിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളിൽ ഈ ലൂപ്പൊന്ന് വരുത്തുന്നതും ലൂപ്പ് ബ്രേക്ക് ചെയ്യുന്നതും നല്ലതാണ്. അപ്പം വ്യായാമം ചെയ്യുകയും യോഗ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ടും നമ്മുടെ ആ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യല്ലേ, ശരീരം ഒന്ന് റിഫ്രഷ് ചെയ്യല്ലേ. ഇപ്പം ഈ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നപ്പോൾ എൻ്റെ ലൂപ്പ് ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. എന്നാലും എത്ര മനോഹരമായ ഭംഗിയുള്ള ഇത്രയും നല്ല ഒരു അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി തന്നെ 1700 രൂപ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സേഷനാണ്. ആ ലൂപ്പ് ഒന്ന് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ലൂപ്പ് ബ്രേക്ക് ചെയ്യുക. ആ താല്പര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവരിക, ഉഷാറാവട്ടെ കാര്യങ്ങൾ. അപ്പോൾ ശരി.